ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഒരേ അടുപ്പ് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ കഴിയുമ്പോൾ ഇതേപോലെ കറ വരും അല്ലേ. അപ്പോൾ ചായപ്പൊടീൻ്റെ ആ ഒരു വേസ്റ്റും പിന്നെ ഒരു കരിമ്പനും പോലെയൊക്കെ വന്നിട്ടുണ്ടാവും. പുതിയ അരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും പഴയ തന്നെ പിന്നെയും പിന്നെയും യൂസ് ചെയ്യുന്നവരായിരിക്കില്ലേ നമ്മൾ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണോ? പുതിയത് ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ പഴയ തന്നെ ആയിരിക്കില്ലേ നമ്മൾ എടുക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു പഴയ അരിപ്പിനെ സുന്ദര കുട്ടപ്പനാക്കി എടുത്താലോ. എപ്പോഴും നമ്മളെ വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ അരിപ്പ് ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സോഡാപ്പൊടിയാണ്, നമ്മുടെ ബേക്കിംഗ് സോഡ. ഇതുപോലുള്ള ഒരുപാട് അഴുക്ക് പിടിച്ച സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ ടൈമിലായിട്ട് 15 മിനിറ്റ് ആണ് വെച്ചത്. ഇനി ചെറിയൊരു നാരങ്ങന്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കുറച്ചല്ലേ വേണ്ടുള്ളൂ, അതുകൊണ്ടാണ്. അപ്പൊ അത് ഇതേപോലെ ജസ്റ്റ് അതിന്റെ മുകളിലായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഇനി ലാസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ വിനീഗർ കൂടി ഇതിന്റെ മേലെ ഒഴിച്ചു കൊടുക്കണം. അത് നമ്മളെ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പൊ അതും കൂടി ഒഴിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് സ്ക്രബ്ബറോ അല്ലെങ്കിൽ കമ്പിച്ചകരോ യൂസ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ബ്രഷ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു സൈഡൊക്കെ നല്ലോണം ഒന്ന് അമർത്തി ഇങ്ങോട്ട് തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ചായപ്പൊടിയൊക്കെ ഇളകി വരും കേട്ടോ. അപ്പൊ അത് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അരിപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1.5 വർഷം 2 വർഷം ആവാനായിട്ട് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ സൈഡത്ത് നല്ലോണം ഒന്നും പോയിട്ടില്ല, എന്നാലും മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പുതിയ അരിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലോണം ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഏകദേശം ഒരു 2 വർഷമൊക്കെ ആവാനായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ടാണ് സൈഡിലത്തേക്ക് നല്ലോണം പോവാത്തത്, എന്നാലും ഏകദേശം ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ ക്യാമറയിൽ ആ ഒരു ചെറിയ കളർ വരെ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.